ലോക വനദിനത്തിൽ വനം വകുപ്പിന്റെ വനനീര് പദ്ധതിയുമായി കൈകോർത്ത കാസർകോട്ടെ മാധ്യമപ്രവർത്തകർ വന്യമൃഗങ്ങൾക്ക് വനത്തിനകത്ത് കുടിവെള്ള സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായി മാധ്യമപ്രവർത്തകർ സംരക്ഷിത വനത്തിൽ ചെറുതടയണ നിർമ്മിച്ചു. മുളിയാർ സംരക്ഷിത വനമേഖലയിലെ ചെറ്റത്തോടിലാണ് വനംവകുപ്പുമായി സഹകരിച്ച് കാസർഗോഡ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർ ചെറുതടയണ നിർമ്മിച്ചത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വനനീര് പദ്ധതിയുടെ ഭാഗമായാണ് തടയണ ഒരുക്കിയത്. തോടിനകത്തടിഞ്ഞുകൂടിയ ചപ്പുചവറുകളെല്ലാം നീക്കം ചെയ്ത ശേഷം കല്ലും മണ്ണും ഉപയോഗിച്ചായിരുന്നു തടയണ നിർമ്മാണം. നീരൊഴുക്കിന് വഴിയൊരുക്കിയതോടെ തടയണയിൽ വെള്ളം നിറഞ്ഞു തുടങ്ങി. വന്യജീവി മനുഷ്യ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വനത്തിനകത്ത് തന്നെ ചെറുതടയണകൾ നിർമ്മിച്ച് വന്യമൃഗങ്ങൾക്ക് തെളിനീരൊരുക്കുന്നതാണ് പദ്ധതി. വേനൽക്കാലമാകുമ്പം വന്യജീവികൾ പുറത്താകാനുള്ള ഒരു കാരണം വെള്ളമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊക്കെ വെള്ളത്തിൻ്റെ സോഴ്സുകൾ അത് പെട്ടെന്ന് വറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഏപ്രിൽ എൻഡ് മഴ വരുന്നത് വരെ മെയ് മാസം വരെയുള്ള സമയത്ത് വെള്ളം പിടിച്ചു നിർത്തുവാനുള്ള പദ്ധതി നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ജില്ലയിൽ ഏറെക്കുറെ നമ്മൾ 100-ലധികം ചെറിയ ഇതുപോലെ ചെക്ക് ഡാമുകളും കുളങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഫുഡ് ആൻഡ് വാട്ടർ എന്ന മിഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിലൊരു ചെക്ക് ഡാം ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. NSS, NCC കേഡറ്റുകൾ, വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവരുമായി സഹകരിച്ച് കാസർകോട്ടെ സംരക്ഷിത വനമേഖലയിൽ 100-ലധികം തടയണകൾ വനംവകുപ്പ് ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട്. പദ്ധതിയിലൂടെ 180 ചെറുതടയണകൾ നിർമ്മിക്കാനാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.